കോടനാട് ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ മന്ദിരമായി. മന്ദിരോദ്ഘാടനത്തിനൊപ്പം 114ാമത് വാർഷികവും നാട്ടുകാർ ആഘോഷമാക്കി. ബെന്നി ബെഹന്നാൻ MP പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കലാസന്ധ്യയും അരങ്ങേറി. കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ കോടനാട് ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ മന്ദിരമായി. ചാലക്കുടി MP ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനോടൊപ്പം 114ാമത് വാർഷികവും ശനിയാഴ്ച നടന്നു. ബെന്നി ബെഹന്നാൻ MP പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 114 വർഷം പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടേത്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം അതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം ഞാൻ MP ആയപ്പോൾ ഇവിടുത്തെ സ്കൂൾ ടീച്ചേഴ്സും PTA അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും അതുപോലെ മറ്റ് എല്ലാ ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള 23.5 ലക്ഷം രൂപ ഞാൻ അനുവദിച്ചു. ആ കെട്ടിടം അത് വേഗം പണിത് അത് പൂർത്തീകരിച്ച് ഇന്ന് ഈ സ്കൂളിൻ്റെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം ഈ നാടിൻ്റെ എല്ലാ വികസനത്തിനും അടിത്തറയിട്ട ഒരു സ്ഥാപനമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം. ഇതൊരു വെളിച്ചം പോലെ ഇന്നും ഈ സ്ഥാപനം നിലനിൽക്കുന്നു. ഈ സ്ഥാപനത്തിന് ഇനിയും വളർച്ചയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എൽദോസ് കുന്നപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റർ സുലേഖ KC ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MO ജോസ്, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ K റാഫേൽ ചാർലി, വാർഡ് മെമ്പർമാരായ നിത PS, സിനി എൽദോ, സാംസൺ ജേക്കബ്, ബേബി തോപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു വിദ്യാലയമാണ്. ഇപ്പോൾ 114ാമത് വാർഷിക ആഘോഷ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും ഇവിടെ ചാലക്കുടി MP ശ്രീ ബെന്നി ബെഹന്നാൻ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട് ഈ നിമിഷത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും അതോടൊപ്പം MP MLA ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ കൊച്ചു സ്കൂളിന് പല രീതിയിലും സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. MP ഫണ്ടിൽ നിന്ന് പുതിയ കെട്ടിടം, അതുപോലെ തന്നെ MLA ഈ കുട്ടികൾക്ക് ആവശ്യമായ ഫർണിച്ചർ നൽകുന്നതിനുള്ള ഏതാണ്ട് ഒരു 4 ലക്ഷം രൂപ നവീന രീതിയിലുള്ള ഫർണിച്ചർ നൽകുന്നതിന് MLA അതിനുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് കഴിയുന്നത്ര വികസന പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും ഫണ്ടുകൾ വെച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ LP സ്കൂളുകൾക്കും പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഫണ്ടുകൾ വെച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ, കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം ജനപ്രതിനിധികൾ എല്ലാവരും അതിന് മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കലാ കായിക പ്രവൃത്തി പരിചയമേള എന്നിവയിലെ വിജയികളെ അനുമോദിച്ചു. എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു. മാഗസിൻ പ്രകാശനം, കുറിച്ചിലക്കോട് അശോകപുരം ശിവഗംഗ അവതരിപ്പിച്ച കൈകൊട്ടിക്കളി, മാർഷ്യൽ ആർട്സ്, സമ്മാനദാനം എന്നിവയും ഉണ്ടായിരുന്നു. കുട്ടികളുടെ കലാസന്ധ്യയും അരങ്ങേറി. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിന്റെ 114ാമത് വാർഷികവും MP ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച് നൽകിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായിരുന്നു. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മായ കൃഷ്ണകുമാർ, MLA ശ്രീ എൽദോസ് കുന്നപ്പള്ളി സർ, MP ശ്രീ ബെന്നി ബെഹന്നാൻ സർ, എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം സ്കൂള് ഇനിയും പുരോഗതിയിലേക്ക് എത്തിയാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മീഡിയ സിറ്റി പെരുമ്പാവൂർ.